വരുണദേവായ നമഃ. ഓം 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 വരുണദേവായ നമഃ. സ്വാമി, ഓം ഭഗവാനെ, വരുണദേവ. നാം സമുദ്രദേവനായ വരുണദേവനാണ്. അങ്ങ് എന്തിനാണ് നമ്മെ പ്രാർത്ഥിച്ചത്? വരുണദേവ, മഹാത്മാവേ, അങ്ങയുടെ ദർശനത്താൽ നാം കൃതാർത്ഥനായി. ഒരു സംശയ നിവൃത്തി വരുത്താനാണ് നാം അങ്ങയെ ധ്യാനിച്ചത്. സംശയം ചോദിച്ചോളൂ. ഗംഗാനദിയിൽ പാപികളായ മനുഷ്യർ ഒഴുക്കിവിടുന്ന പാപങ്ങളെല്ലാം സമുദ്രത്തിലാണ്, സമുദ്രരാജാവായ അങ്ങയിലാണ് ഒഴുകി വന്നെത്തുന്നത് എന്ന് ഒരു മാന്യയായ യുവതി പറയുകയുണ്ടായി. സത്യം അതാണെങ്കിൽ സമുദ്രത്തിൽ നീരാടുന്നവരിലേക്കും ആ പാപങ്ങൾ പകരില്ലേ? സമുദ്രസ്നാനവും പുണ്യസ്നാനമെന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. പാപങ്ങൾ മുഴുവൻ വന്നു നിറയുന്ന സമുദ്രത്തിൽ നീരാടിയാൽ അതെങ്ങനെ പുണ്യസ്നാനമാകും? സ്വാമി, അങ്ങയുടെ സംശയം തികച്ചും സ്വാഭാവികം തന്നെയാണ്. പക്ഷേ കടലിൽ മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ വടുകെട്ടി കിടക്കുന്നില്ല എന്ന സത്യം അങ്ങ് ഗ്രഹിച്ചാലും കടലിൽ വന്നടിയുന്ന പാപങ്ങളെല്ലാം സൂര്യദേവൻ നീരാവിയാക്കി വിൺമണ്ഡലത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് അങ്ങ് മനസ്സിലാക്കിയാലും, ആയതിനാൽ സമുദ്രത്തിൽ നീരാടുന്നവർക്കൊരിക്കലും പാപഭാരം പേറേണ്ടി വരുന്നില്ല. ഭയലേശമന്യേ സമുദ്രസ്നാനം നിർവഹിച്ചാലും മംഗളം ഭവിക്കട്ടെ. ഇപ്പോഴും നമ്മുടെ സന്ദേഹം അവസാനിക്കുന്നില്ലല്ലോ. സൂര്യദേവനെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി സംശയ നിവൃത്തി വരുത്തുക തന്നെ. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഹേ സ്വാമി, അങ്ങ് എന്തിനാണ് നമ്മെ ധ്യാനിച്ചു വരുത്തിയത്? നമുക്ക് ഒരു സംശയ നിവാരണം ഉണ്ടാകണം സൂര്യദേവ. സംശയം ചോദിച്ചുകൊള്ളുക. കടലിൽ പതിക്കുന്ന മനുഷ്യരുടെ പാപജലത്തെ അങ്ങ് നീരാവിയായി ആവാഹിച്ചെടുക്കുന്നു എന്ന് വരുണദേവൻ പറയുകയുണ്ടായി. അതെ, വരുണദേവൻ പറഞ്ഞത് സത്യമാണ്. സത്യം അതാണെങ്കിൽ മനുഷ്യരുടെ പാപങ്ങളെല്ലാം സൂര്യമണ്ഡലത്തിൽ വന്നു നിറയുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ സൂര്യമണ്ഡലം മലീമസമാണ്. അങ്ങയിൽ നിന്ന് പ്രസരിക്കുന്ന രശ്മിയും മലീമസമല്ലേ ദേവ? അല്ല സ്വാമികളെ, നാം കടലിൽ നിന്നും നീരാവിയായി ആവാഹിച്ചെടുക്കുന്ന പാപങ്ങൾ മേഘങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സ്ഥിതിക്ക് നമ്മുടെ മണ്ഡലവും അതിൽ നിന്നുള്ള രശ്മിയും പാപവിമുക്തമാണെന്ന് ധരിച്ചാലും എന്താ, ഇനിയും അങ്ങയുടെ സംശയത്തിന് നിവാരണമായില്ലേ? ഇല്ല ദേവ, നമ്മുടെ സംശയം നിവാരണമില്ലാതെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി സംശയ നിവൃത്തിക്കായി നാം ആരെയാണ് സമീപിക്കേണ്ടത്? അങ്ങയുടെ സംശയം സൗരയൂഥ ഭ്രമണത്തിൽ അധിഷ്ഠിതമാണ്. വരുണദേവനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പരിശുദ്ധനാണെന്ന് സത്യം അറിയിച്ചു. നാം നമ്മുടെ പരിശുദ്ധാവസ്ഥയും അറിയിച്ചു കഴിഞ്ഞു. ഇനി സംശയ നിവൃത്തിക്കായി അങ്ങ് മേഘങ്ങളെ സമീപിച്ചാലും
അങ്ങേക്ക് സംശയ നിവൃത്തി വരുമാറാകട്ടെ. മംഗളം ഭവന്തു. ഹേ കാർമേഘങ്ങളെ, മനുഷ്യരുടെ പാപഭാരവും പേറി ഇങ്ങനെ ചുറ്റിത്തിരിയാൻ ലജ്ജയാകുന്നില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ മേഘങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വിധിക്കപ്പെട്ട കർമ്മമാണ്. അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. മനുഷ്യരുടെ പാപങ്ങൾ ഞങ്ങളിൽ അധികകാലം തങ്ങി നിൽക്കുന്നില്ല. അത് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമി ദേവി ആ പാപങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സംശയം ഇപ്പോഴും തീർന്നില്ലല്ലോ. നമ്മുടെ സന്ദേഹത്തെ മേഘങ്ങൾ ഭൂമിദേവിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇനി ഭൂമിദേവിയെ ധ്യാനിക്കുക തന്നെ. ഓം ഭൂമിദേവിയേ നമഃ. 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 സ്വാമികളെ, പ്രണാമം ദേവി. പ്രണാമം. ആകാശത്തിലെ മേഘങ്ങൾ ഭൂമിദേവിയെ നമ്മിൽ കൊണ്ട് കടുപ്പിച്ച സന്ദേഹത്തിന് മറുപടി പറയാനാണ് നാം വന്നത്. നാം ധന്യനായി. ഭൂമിദേവി മാതാവേ, നമ്മുടെ സംശയത്തിന് അവിടുന്നെങ്കിലും പൂർണ്ണ വിരാമമിട്ട് നൽകുമാറാകണം. സ്വാമികളെ, മനുഷ്യരുടെ പാപം വഹിക്കുന്നതിൽ നമുക്കുള്ള പങ്കും തുടർന്നുള്ള പരിണിത ഫലങ്ങളും നാം വിശദീകരിക്കാം. മനുഷ്യരുടെ പാപങ്ങൾ മേഘങ്ങൾ മഴയായി പെയ്തിറക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഭൂമിദേവിയോളം ക്ഷമ എന്നൊരു ചൊല്ല് മനുഷ്യർക്കിടയിലുണ്ടല്ലോ. ക്ഷമയോടെ തന്നെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം നാം ഏറ്റുവാങ്ങുന്നു. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങുക വഴി ഭൂമിദേവിയും പാപിനിയാകുന്നില്ലേ? അതെ. പക്ഷേ മഴയിൽ വൃക്ഷലതാദികൾ താരം തളിരും അണിയുമല്ലോ. പയറുവർഗ്ഗങ്ങൾ, കായ്ക്കറി വർഗ്ഗങ്ങൾ, നെല്ല്, ഗോതമ്പ്, ചോളം എന്നിങ്ങനെ ഭക്ഷ്യധാന്യങ്ങളും ഭൂലോകത്ത് നിറയുമല്ലോ. ശരിയല്ലേ? ശരിയാണ് ദേവി. ഭൂലോകത്ത് നിറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ ആഹരിക്കുന്നത് ആരാണ്? മനുഷ്യർ. ഫലമോ മനുഷ്യർ ചെയ്ത പാപങ്ങൾ വീണ്ടും മനുഷ്യരിൽ തന്നെ വന്നു ചേരുന്നു. മനുഷ്യർ വീണ്ടും ഗംഗയിൽ സ്നാനം ചെയ്ത് പാപങ്ങൾ ഒഴുക്കിവിടുന്നു. അപ്പോൾ മനുഷ്യർ ഒഴുക്കിവിടുന്ന പാപങ്ങൾ വീണ്ടും മനുഷ്യരിൽ തന്നെ വന്നു ചേരുന്നു, അല്ലേ ദേവി? അതെ. മനുഷ്യരിൽ നിന്ന് പാപങ്ങൾ ഗംഗാനദിയിലേക്ക്, ഗംഗാനദിയിൽ നിന്ന് സമുദ്രത്തിലേക്ക്, സമുദ്രത്തിൽ നിന്നും സൂര്യനിലേക്ക്, സൂര്യനിൽ നിന്നും മേഘങ്ങളിലേക്ക്, മേഘങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക്. പാപസംക്രമം ഒരു ചക്രം പോലെ പ്രകൃതി ശക്തികളിലേക്ക് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യരുടെ പാപങ്ങൾ അല്പകാലം ചുമക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഭൂമിദേവിയും ഗംഗാദേവിയുമെന്ന് അങ്ങ് മനസ്സിലാക്കുക. ഇനിയും അങ്ങയ്ക്ക് പൂർണ്ണമായ സംശയനിവൃത്തി വന്നിട്ടില്ല. അല്ല, അത് പിന്നെ മനസ്സിലായി. അങ്ങേക്ക് സംശയനിവൃത്തി വന്നിട്ടില്ല.
അങ്ങ് ഗംഗാ തീരത്ത് വെച്ച് സുന്ദരിയായ ഒരു യുവതിയെ കണ്ടില്ലേ? അതെ. വീണ്ടും അവരെ സമീപിക്കുക. അങ്ങേക്ക് പൂർണ്ണമായും സംശയ നിവൃത്തി കൈവന്നിരിക്കും. മംഗളം ഭവിക്കട്ടെ. ഗംഗാതീരത്ത് വെച്ച് കണ്ടുമുട്ടിയ ആ യുവതി ആരാണ്? എന്തായാലും നമുക്ക് സംശയനിവൃത്തി ഉണ്ടാകണമല്ലോ. ആ യുവതിയെ കാണുക തന്നെ. നാം ഭവതിയെ തേടി വന്നതാണ്. അറിയാം, നിങ്ങൾ വീണ്ടും എന്നെ തേടി വരുമെന്ന് അറിയാമായിരുന്നു. എന്റെ സമീപത്തു നിന്നും സംശയ നിവൃത്തിക്കായി നിങ്ങൾ സമുദ്രദേവന്റെ അടുത്തേക്ക് പോയി. പിന്നെ സൂര്യദേവനെ ധ്യാനിച്ചു വരുത്തി. പിന്നെ മേഘങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. അതുകഴിഞ്ഞ് ഭൂമിദേവിയെ പ്രത്യക്ഷപ്പെടുത്തി സംശയം ചോദിച്ചു. എന്നിട്ടും സന്ദേഹം തീരാഞ്ഞ് വീണ്ടും എന്നെ സമീപിച്ചിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ബഹുമാന്യ മഹിളാരത്നമേ, ഇപ്പോൾ നമ്മുടെ സംശയം മറ്റൊന്നാണ്. നമ്മുടെ സഞ്ചാരപഥങ്ങളും നാം പ്രത്യക്ഷപ്പെടുത്തിയ ദേവീ ദേവന്മാരെയും ഒക്കെ അറിയുന്ന ഭവതി സാധാരണ മനുഷ്യസ്ത്രീയല്ല. ഭവതി ആരാണെന്ന് വ്യക്തമാക്കിയാലും. നാം ഗംഗാദേവിയാണ് സ്വാമികളെ. ഗംഗാദേവി, പ്രണാമം. പ്രണാമം സ്വാമികളെ. മനുഷ്യന്റെ പാപങ്ങൾ വീണ്ടും മനുഷ്യനിൽ തന്നെ വന്നു ചേരുന്നു എന്ന വിലപ്പെട്ട അറിവ് നാം നേടിയിരിക്കുന്നു. ദേവി, ഇപ്പോൾ നമുക്കറിയേണ്ടത് മറ്റൊന്നാണ്. മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ നിന്നും ദേവിക്കൊരു മോചനമില്ലേ? അങ്ങയുടെ ഈ ചോദ്യം ഒരിക്കൽ നാം ശ്രീപരമേശ്വരനോടും ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പറയാം. പ്രണാമം ദേവീദേവന്മാരെ. പ്രണാമം ദേവി. മനുഷ്യരുടെ പാപഭാരം ചുമന്ന് ദേവി വല്ലാതെ പരീക്ഷീണയായിരിക്കുന്നു. ആ ദൗത്യം ഗംഗാദേവിയിൽ നിക്ഷിപ്തമാക്കിയത് ദേവൻ തന്നെയല്ലേ? എന്നിട്ടാണോ ദേവിയുടെ പരീക്ഷീണാവസ്ഥയിൽ അങ്ങ് സഹതപിക്കുന്നത്? ദേവൻ അരുളി ചെയ്തത് സത്യമാണ്. കലിയുഗമായതിൽ പിന്നെ
മനുഷ്യർക്ക് സത്യവും ധർമ്മവും നീതിയും ഒന്നും ഇല്ലാതായിരിക്കുന്നു. ഭൂരിപക്ഷം മനുഷ്യരുടെയും ചുമലിൽ പാപകർമ്മങ്ങളുടെ മാത്രം കനത്ത ഭാണ്ഡക്കെട്ടുകൾ. എത്രയോ കാതം അകലെ നിന്ന് അവർ ആരംഭിക്കുന്ന യാത്ര അവസാനിക്കുന്നതോ നമ്മുടെ ജലാശയത്തിലും. മനുഷ്യരുടെ പാപങ്ങൾ ദേവിയിൽ ജുഗുപ്സ ജനിപ്പിച്ചു തുടങ്ങി അല്ലേ? തുടങ്ങുമല്ലോ. കലി ബാധിച്ച മനുഷ്യൻ എന്തെല്ലാം ഘോര കർമ്മങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. മഹാപാപികളുടെ ദുർഗന്ധപൂരിതമായ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങുന്നത് ആരിലും ജുഗുപ്സ ജനിപ്പിക്കുക തന്നെ ചെയ്യും. ദേവ, അങ്ങയിൽ നിന്നും ഒരു സംശയ നിവൃത്തി വരുത്തുക എന്നതാണ് നമ്മുടെ ആഗമനോദ്ദേശം. ആകാമല്ലോ. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങുന്ന കർമ്മത്തിൽ നിന്നും നമുക്ക് എന്നാണൊരു മോചനം ലഭിക്കുക? ദേവി നിത്യവും മോചിതയായിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങളുടെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പാപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു നീച ദേവതയായിട്ടല്ല മാനവരാശി ദേവിയെ കാണുന്നത്. പാപങ്ങൾ ദേവിയിൽ നിമഞ്ജനം ചെയ്ത് പവിത്രീകരിക്കപ്പെട്ട മാനവർ ദേവിയെ മഹാപുണ്യവതിയായി കണ്ട് പൂജിക്കുന്നു, ആരാധിക്കുന്നു. ഭക്തലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു ഐശ്വര്യ ദേവതയ്ക്ക് ഒരു മോചനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ടോ ദേവി? ദേവൻ പറയുന്നത് സത്യമാണ്. പാപനാശിനി ഗംഗയെന്ന് ലക്ഷക്കണക്കിന് നാവുകളിൽ നിന്നും മന്ത്രമുണരാത്ത ഒരു ദിനം പോലും ഇവിടെ പുലരുന്നില്ലല്ലോ. അതിൽ പരമൊരു മോചനം ദേവിക്ക് വരാനുണ്ടോ? അതൊക്കെ നാം സമ്മതിക്കുന്നു. മനുഷ്യരുടെ പാപം കലർന്ന ജലം സമുദ്രത്തിലേക്ക് ഒഴുകി ലയിക്കുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് നമ്മെ കൂടുതൽ പവിത്രീകരിക്കാനുള്ള ഒരു മാർഗം. ഒരു പാപവും ചെയ്യാത്ത എത്രയോ പുണ്യാത്മാക്കൾ ഭൂലോകത്തുണ്ടല്ലോ. നന്ദി ദേവ, നന്ദി. നമ്മുടെ പാപഭാരവാഹിത്വത്തിന്റെ ഗണ്യമായൊരംശം മഹത്തുക്കളുടെ സ്നാനത്താൽ ലഘൂകരിക്കപ്പെടുമെങ്കിൽ നാം ധന്യയായി. മഹത്തുക്കളുടെ ഗംഗാ സ്നാനത്തിന് നാം സദാ സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കും. സർവവിധ മംഗളങ്ങളും ഭവിക്കട്ടെ. യാതൊരു പാപവും ചെയ്യാത്ത മഹാന്മാർ ഗംഗയിൽ സ്നാനം കഴിച്ചാൽ നാം വഹിക്കുന്ന പാപത്തിന്റെ അളവ് ഗണ്യമായി കുറയുമെന്നാണ് ശിവപെരുമാൾ നമ്മോട് അരുളി ചെയ്തത്. അങ്ങ് ഒരു പാപവും ചെയ്യാത്ത പുണ്യാത്മാവല്ലേ? അതെ, നാളിതുവരെ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്യാത്തവനാണ് നാം. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. അങ്ങേ പോലുള്ള 10 പുണ്യാത്മാക്കൾ ഒരു ദിനം ഗംഗയിൽ നീരാടിയാൽ ലക്ഷക്കണക്കിന് പാപികളുടെ പാപഫലങ്ങൾ നമ്മിൽ നിന്നും അകറ്റപ്പെടും. വിറകരിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട് ചാരമാകും പോലെ മനുഷ്യരിൽ നിന്നും നാം ഏറ്റുവാങ്ങുന്ന പാപങ്ങൾ നിങ്ങളെപ്പോലുള്ള സുഹൃതികൾ ഗംഗയിൽ നീരാടുമ്പോൾ ഭസ്മീകരിക്കപ്പെടുമെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും. അത്രത്തോളം മഹത്വം നമുക്കുണ്ടെന്ന് നാം അറിഞ്ഞിരുന്നില്ല. മഹാന്മാർ അവരുടെ മഹത്വം അറിയുന്നില്ല. അഥവാ അറിഞ്ഞാലും അറിഞ്ഞെന്ന് ഭാവിക്കുന്നില്ല. നമ്മെപ്പോലെ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവളാണ് ഭൂമിദേവി. പക്ഷേ നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളുടെ പാദങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിദേവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ എല്ലാം ഭൂമിദേവി ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ പാപങ്ങളും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നങ്ങ് മനസ്സിലാക്കിയാലും. മുൻപൊരിക്കൽ നാം അങ്ങയോട് ഗംഗയിൽ നീരാടിയിട്ടേ പോകാവൂ എന്ന് ആവശ്യപ്പെട്ടത് ഓർക്കുന്നുവോ? ഓർക്കുന്നുണ്ട്. അതിന്റെ കാരണം അങ്ങയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. നാം അന്ന് ഗംഗയിൽ നീരാടിയിരുന്നെങ്കിൽ ദേവി വഹിക്കേണ്ട പാപഭാരത്തിന്റെ വലിയൊരംശം കുറയുമായിരുന്നു.
എന്നിട്ടെന്തേ അങ്ങ് നീരാടിയില്ല? നമ്മുടെ വാക്കുകൾ അനുസരിച്ചില്ല. അവിടുന്ന് ഗംഗാദേവിയാണെന്ന് അന്ന് നമ്മോട് വെളിപ്പെടുത്തിയില്ലല്ലോ. ഇപ്പോൾ വെളിപ്പെടുത്തിയില്ലേ? ഇനി ഗംഗയിൽ നീരാടിക്കൂടെ? തീർച്ചയായും. മനുഷ്യന്റെ പാപഭാരങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു എന്ന നമ്മുടെ സന്ദേഹവും മാറിക്കിട്ടി. ഇനി നിറഞ്ഞ മനസ്സോടെ ഒരു ഗംഗാസ്നാനം. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. Bye.